അപ്പൊ മേക്കെ ഇപ്പോ ഈ വാർത്തകളിൽ രണ്ടാഴ്ചത്തോളായി കേരളത്തിലെ ഏറ്റവും ദുരന്തമായ അനുഭവമാണ് ഈ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റി മേക്കിന് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ വേദനയേറിയ നിമിഷമായിരുന്നു. കേരളം ഞെട്ടിപ്പരിച്ച നിമിഷമായിരുന്നു ആ ഒരു വാർത്തകളൊക്കെ പുറത്തു വരുന്ന സമയത്ത്. മരണത്തിന്റെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഏകദേശം ഒരു 403 എന്ന് ഞാൻ അവസാനം കണ്ടത്. അങ്ങനെ ദിനംപ്രതി മരണത്തിന്റെ എണ്ണം കൂടുന്നു, പല ആളുകളെയും കാണാതാവുന്നു. അങ്ങനെ വളരെ വേദന, ഒരു നാട് തന്നെ മൊത്തത്തിൽ നശിച്ചു പോയ ഒരു നിമിഷമായിരുന്നു. ഇതുവരെയും കടന്നു പോകുന്നു. ഇപ്പോഴും ഇതിനൊക്കെ 8ാം ദിവസമായിട്ടും തിരച്ചിലും രക്ഷാപ്രവർത്തനവും എല്ലാം തുടർന്നുകൊണ്ടിരിക്കും. ആ കാര്യത്തിലെല്ലാം തകൃതിയായി തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആർക്കും ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ തന്നെ വേണ്ട രീതിയിൽ എല്ലാ രീതിയിലൊക്കെ പിന്നെ ഫുഡിന്റെ പേരിലൊക്കെ ചില വിഷയങ്ങളൊക്കെ തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ലാതെ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ആർമി നടത്തുന്ന പ്രവർത്തനത്തിലോ ഒരു ഇതുമെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ അപകടം ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. ശരിക്കും അത് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു ദുരന്തം അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ സാധ്യതകൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഫോർകാസ്റ്റിലൂടെ അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന ഒരു ISROവും ഇവരുടെ എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഫോർകാസ്റ്റിംഗ്, അതായത് ഈ കാലാവസ്ഥ അവർ ചെയ്യുന്നതാണല്ലോ, മഴ പെയ്യാതിരിക്കാൻ സാധ്യത എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത, ഇങ്ങനെ ഒരു അപകടം അവിടെ നടക്കാൻ എന്തായാലും മുൻകൂട്ടി കാണാൻ സാധിക്കും. ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖല തന്നെയാണ്. അത് നാട്ടുകാരടക്കം പറയുന്ന കാര്യമാണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഒരു 4 വർഷം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഏഞ്ചൽ മോഹൻ. പുള്ളിയുടെ വ്ളോഗില്, പുള്ളി വയനാട്ടുകാരനാണ്, അപ്പൊ പുള്ളിയുടെ വ്ളോഗ് 4 വർഷം മുമ്പത്തെ വ്ളോഗാണ്. അപ്പൊ ആ വ്ളോഗ് ഇപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അതിനകത്ത് പുള്ളി ആ പഴയ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നത്. അപ്പോഴും പുള്ളി അവിടെ ആശങ്ക പങ്കുവെക്കുന്നുണ്ടായിരുന്നു, വലിയൊരു അപകടം ഉണ്ടാകും, ഈ വെള്ളം ഇങ്ങനെ വലിയ രീതിയിൽ ഇതുപോലെ മലിനമൊഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം ഒരു 4 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞെന്നല്ല, ആ നാട്ടുകാർക്ക് അറിയാം. അതിനൊരു പേര് പറയല്ലോ, ഇത് മാങ്കുണ്ട്. ഇതാണ് മാങ്കുണ്ട്. കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി എന്നാണ് അർത്ഥം. അപ്പോൾ അതൊരു ഞങ്ങളുടെ ഇവിടുത്തെ ലാംഗ്വേജിൽ പറയുന്നതാണ് മാങ്കുണ്ട്. സ്കൂൾ കുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്. ഇപ്പോൾ ഹൈസ്കൂളായി. പണ്ട് അത് പ്രൈമറി സ്കൂളായിരുന്നു. അവിടെയുള്ള കുഴി, വെള്ളം ഒഴുകുന്ന കുഴി, അതാണ് സ്കൂൾ കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പുറകിലുള്ള ഈ സ്ഥലം, ആ റെഡ് ഒക്കെ കാണാം, മണ്ണ് ഇടിഞ്ഞു വന്നത്. അത് കഴിഞ്ഞ പ്രളയത്തിൽ, 1 വർഷം മുമ്പുള്ള ആ പ്രളയത്തിൽ വന്ന വെള്ളത്തിലുണ്ടായതാണത്. ഒരുപാട് സ്ഥലങ്ങൾ ഇടിഞ്ഞു പോയി. അതുപോലെ തന്നെ ചെറിയൊരു പുഴയായിരുന്നു, ഇത്ര ഒന്നും വലുപ്പമുള്ള പുഴയായിരുന്നില്ല. ആ കുത്തൊഴുക്കിൽ, വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇപ്പോൾ അത് ഭയങ്കര വീതിയായിപ്പോയി. ഈ വർഷം എന്താകും എന്നുള്ളത് എല്ലാവരും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത്രത്തോളം കഴിഞ്ഞ വർഷം ആളുകളെ ഭീതിയിലാഴ്ത്തി ഈ പുഴയിൽ നിന്ന് വന്ന വെള്ളമൊക്കെയാണ് താഴെ എന്താ പറയുക, ഒരുപാട് വീടുകൾ വെള്ളത്തിനടിയിലാകാനൊക്കെ കാരണമായത്. ഇതിലൂടെ ഈ മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ പുഴയിലൂടെ പോയ വെള്ളമാണ്. ആ പുഴ കണ്ടോ, ഇപ്പം അതിനകത്ത് പാറകളൊക്കെ കാണാം വെളുത്തിട്ട്. കാര്യം ഇത് അവിടെ നിന്ന് ഒഴുകി വന്നാണ്, ആ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വന്ന ആ പാറകളാണത്. കൊച്ചു പാറകളാണ്, പക്ഷെ നല്ല റൗണ്ട്, നല്ല ഷേപ്പിലാട്ടോ. ആളുകളൊക്കെ അതിങ്ങനെ പെറുക്കി കൊണ്ടാകാറുണ്ട് വീടുകളിലൊക്കെ അലങ്കാരത്തിനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ആ ഏരിയ മൊത്തം വെള്ളം കുത്തി ഒലിക്കുകയായിരുന്നു. മഴയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ഫോഴ്സ് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. കണ്ടോ, ആ ഇടിഞ്ഞു വന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ മണ്ണിടിഞ്ഞു വന്നിട്ട് ആ ഗ്രൗണ്ടൊക്കെ ശരിക്കും പകുതിയോളം മൂടി. ഇപ്പം അത് മണ്ണ് എടുത്തു പോയതാണ്. നേരിട്ട് വന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുള്ളൂ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇനിയിപ്പോൾ എന്തായാലും ഈ മഴയ്ക്കും ഇനിയും ഒരുപാട് ഇടിയും, അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇതാണ് ആ പുഴ. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആ കാണുന്ന മലനിരകളാണ്. അതിൻ്റെ മുകളിൽ മഴ പെയ്താൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മഴയില്ലെങ്കിൽ പോലും വെള്ളം കുത്തി ഒലിച്ചു വരും. അത്രയ്ക്കൊരു ഡേഞ്ചറാണ്. അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലവുമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇതുപോലെ നമ്മുടെ സർക്കാർ കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ടത് മുൻകൂട്ടി മനസ്സിലാക്കി അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ചെറിയ കുട്ടിയടക്കം ഈ അപകടം നടക്കുന്ന സമയത്ത് മുമ്പ് കുട്ടിയുടെ ഫോണിൽ വിളിച്ച പിന്നെ വേറെ ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് കോളും ചാനൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇതെല്ലാം അവിടെ ഓൾറെഡി ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്തായാലും തീർച്ചയായിട്ടും അറിയാനുള്ള സംവിധാനം നമുക്കിവിടെ നിലനിൽക്കുന്നുണ്ട്. അത്രയും വലിയ ടെക്നോളജി ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള നാട് തന്നെയാണ് ഇന്ത്യയും. പക്ഷെ എന്തുകൊണ്ട് അത് സാധിച്ചില്ല ഒരു ചോദ്യമുണ്ട്. ഇനി നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ടോ ചർച്ച ചെയ്ത കാര്യമില്ല എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഇനിയെങ്കിലും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പലരും മുൻകൂട്ടി കാണാറുണ്ട്. ചില പേർക്ക് അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക, അങ്ങനെയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇത്രയും മഴ പെയ്യുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അപകടം മുൻകൂട്ടി കാണാൻ ഈ ഫോർകാസ്റ്റിൽ എന്തായാലും സാധിക്കും. പക്ഷെ ഇത് നടന്നില്ല എന്നുള്ളത് ഒരു വേദന നിറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് ചർച്ച ചെയ്തിട്ടോ ഇതിന്റെ പേരിൽ ഇതിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് കാണാം. ഇപ്പൊ കേന്ദ്ര സർക്കാരൊക്കെ അവിടെ നിന്നുള്ള കേന്ദ്ര അമിത്ഷാ അടക്കമുള്ള ആളുകളൊക്കെ വലിയ ആരോപണമായിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് മുൻകൂട്ടി 3 പ്രാവശ്യം മുൻകൂട്ടി നമ്മൾ പറഞ്ഞാണ് ഇവിടുത്തെ ആളുകളെ കേരളത്തിലെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട്. എന്തായാലും തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള വിഷയമായി കാണാം. ഇനിയെങ്കിലും ഇതുപോലെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമുക്കിത് പറയാനുള്ളത് ഇതിനകത്ത്. പിന്നെ ഇത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പല നടന്മാരും ഈ വയനാട്ടിലേക്ക് കേന്ദ്രീകരിച്ച് മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ആസിഫ് അലി ആയാലും ലക്ഷങ്ങളുടെ ഡൊണേഷൻ ഈ വയനാട്ടിലെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമില്ല എന്നാണ് അർഹതപ്പെട്ട കയ്യിലേക്കാണ് ഇത്. അതൊരു കാര്യമാണ്. അത് വലിയ രാഷ്ട്രീയമുണ്ട് അല്ല, അത് മാറ്റി വെച്ചാൽ തന്നെ ആളുകൾക്ക് ഭയങ്കര സംശയമാണ് ഈ ഒരു ഫണ്ടിന്റെ കാര്യത്തിൽ. അങ്ങനെ ഒരുപാട് പേര് പൈസ ഇടുന്നുണ്ട്. ഇപ്പോ മുൻപത്തെ ദുരിതാശ്വാസ നിധിയിൽ പ്രളയത്തിന്റെ സമയത്തേക്ക് അതിൽ നിന്ന് പൈസ വലിച്ചു എന്നുള്ള രീതിയിൽ CAG-യുടെ അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായതാണ്. അപ്പൊ അതിൽ നിന്ന് പൈസ മുമ്പ് വലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ തെളിഞ്ഞു. അപ്പൊ ഇപ്രാവശ്യവും ഈ ദുരിതാശ്വാസ നിധിയിൽ പോയി കൈയിട്ട് കഴിഞ്ഞാൽ അത് നാളെ തിരിച്ചറിയാൻ പറ്റും, തെളിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെ ആർക്കിനകത്ത് കയറി പൈസ എടുക്കാൻ പറ്റൂല. ഒന്നാമത് ഇത് മുഖ്യമന്ത്രിയുടെ അധികാരത്തിലൊന്നും അല്ല ഈ ഇതിന്റെ കാര്യം. അവർക്ക് ഫിനാൻസ് സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അവനെങ്ങാണ്ട് ഇല്ല, അവര് വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് കിടക്കുന്നതാണെങ്കിൽ ഒരുപാട് ഓഡിറ്റ് അടക്കമുള്ള ഭയങ്കര ട്രാൻസ്പെറന്റബിൾ ആയിട്ടുള്ള ഒരാൾ ഒരു രൂപ എടുത്താൽ പോലും അത്രയും കണക്കുകൾ കാണിക്കേണ്ട അത്രയും സിസ്റ്റമാറ്റിക് ഉള്ള സാധനമാണ് ഈ ദുരിതാശ്വാസ നിധി, ഈ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കയറി കൈയിട്ട് വാരാനൊന്നും ആർക്കും സാധിക്കില്ല. അങ്ങനെ കൈയിട്ട് വാരാൻ നോക്കിയാൽ നാളെ പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ദുരിതാശ്വാസ നിധിയിലൊന്നും കൈയിട്ട് വാരാനൊന്നും പോകുന്നില്ല. അതൊക്കെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു പേടിപ്പെടുത്തുന്നു എന്നാണ് പറയാം, ഭീതി വ്യാപാരം. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുമ്പോ ഇപ്പോ കുറെ നടന്മാർ വന്ന് വീഡിയോ ചെയ്യുന്നു, കുറെ നടന്മാർ ഇത്ര പൈസ കൊണ്ടെന്ന് വാർത്ത വരുന്നു. നല്ല കാര്യം, മാക്സിമം എത്ര പൈസ കൊടുക്കാൻ പറ്റുമോ അത്രയും തരിക. അത് എങ്ങനെ ഇപ്പൊ കള്ളപ്പടാനൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ എന്ത് പണമെന്നല്ല, ദുരിതാശ്വാസ നിധിയിലേക്ക് മാക്സിമം ആളുകൾ പൈസ ഇടുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയാൻ വന്നത്, ഇത് ഇപ്പോ നടന്മാരൊക്കെ PR വർക്ക് ചെയ്തിട്ടാണ് ഇതിനകത്ത് പൈസ ഇടിക്കുന്നൊക്കെ അഖിൽമാരാർ പറയുന്നുണ്ട്. അതിലെത്രത്തോളം സത്യമുണ്ട് നമുക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി പൈസക്ക് വേണ്ടി ഇറക്കുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അത്രയും നാണക്കേട് നമുക്ക് വേറെയില്ല. നമുക്ക് എന്തുകൊണ്ട് ഒരു ഡിസാസ്റ്റർ ഫണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഇതേപോലെ ദുരിതം നമുക്ക് ആദ്യമായിട്ടല്ലല്ലോ, ഇത്ര പ്രാവശ്യമാണ് ഇത് ദുരന്തങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഈ ദുരന്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് കേരളത്തിൽ ഇല്ല എന്നുള്ളത് വളരെ എന്താ പറയാ ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി സർക്കാർ എന്തിനാ ഈ ഇറക്കുന്നത്? സർക്കാർ അതിലുള്ള മന്ത്രിമാർക്ക് പോയി കൈയിട്ട് വാരാനല്ല ഈ ഇറക്കുന്നത്. അവിടുത്തെ അവിടുത്തെ രക്ഷാപ്രവർത്തനം അല്ല മറ്റാ ആ സ്ഥലത്തെ തിരിച്ചു പിടിക്കാൻ, അതിനുവേണ്ടി പുനഃസ്ഥാപിക്കുവാനും പുനർനിർമ്മിക്കുവാനെല്ലാം ഒരുപാട് പൈസകൾ ചെലവുണ്ട്. അത് ചെലവഴിക്കാൻ സർക്കാരിന്റെ ഖജനാവിൽ പൈസ ഇല്ല. അതുകൊണ്ടാണ് സർക്കാർ ഈ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഇനി ഈ അഖിൽമാരാറിനെതിരെ കേസെടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ, അഖിൽമാരാറിനെതിരെ കേസെടുത്തത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. സത്യത്തിന് അഖിൽമാരാറിന്റെ വാദങ്ങളോട് ഒരു താല്പര്യപ്പെട്ട ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹം ശരിക്കും ആളുകൾ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ആരും പൈസ അതിനകത്ത് ഇടരുതെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്, പുള്ളിയുടെ വേദനാരി, പുള്ളിയുടെ സംശയങ്ങൾ. ഇതിനകത്ത് പുള്ളിക്ക് വിശ്വാസമില്ല, പുള്ളിനകത്ത് പൈസ ഇടില്ല എന്ന് പറഞ്ഞത്. പകരം 3 വീട് കെട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞേക്കാം. 3 വീട് കെട്ടില്ലതൊക്കെ പിന്നുള്ള കാര്യം. പക്ഷെ കേസ് എടുത്തേക്കുന്നത് എന്തിന് അടിസ്ഥാനത്തിലാണ്? പുള്ളി ഒരിക്കലും ഇത് ആരോടും പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ദുരിതാശ്വാസത്തിൽ പൈസ ഇടുന്നത് പുള്ളി പറഞ്ഞിട്ടില്ല.
പുള്ളിക്കെതിരെ ആ അഭിപ്രായം പറഞ്ഞതിന് ഒരു കേസ് എടുത്തത് തികച്ചും നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും ദുരിതാശ്വാസ നിധി ഫണ്ടിലേക്ക് നിങ്ങൾ മാക്സിമം പൈസ ഇടുക. അതിനകത്തുനിന്ന് കൈയിട്ട് വാരാനും സാധിക്കില്ല. അങ്ങനെ കൈയിട്ട് വാരാൻ പറ്റുമെന്നുള്ളത് എതിർ പാർട്ടികളായ ആളുകൾ തികച്ചും രാഷ്ട്രീയപരമായിട്ട് പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ അതിന് പൈസ ഇടാതെ പോകരുത്. നേരിട്ട് ചെയ്യുന്നു പറയുന്നു. 100 രൂപ, 1000 രൂപ, 2000, 5000, 10000 കൊടുക്കുന്നു. വയനാട്ടിൽ പോയിട്ട് നേരിട്ട് കൊടുക്കണോ? അതിനെക്കാളും ഇതിനകത്ത് ഇടുന്നതല്ലേ. ഇത് നേരിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അവർക്ക് സ്ഥലം എടുത്ത് വീട് ഇട്ട് കൊടുക്കുന്ന കാര്യം ചെയ്യാം. വയനാട്ടിൽ തന്നെയല്ല, ഇവിടെ എവിടെയെങ്കിലും നമ്മളെ സ്ഥലത്ത് ഒരു സ്ഥലം എടുക്കാൻ ഒരു വീട് എടുക്കാൻ വരും, അത് ചെയ്യും. വയനാട്ടിൽ തന്നെയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതിനൊക്കെ അല്ലാതെ നേരിട്ട് കൊടുക്കണം എന്ത് അടിസ്ഥാനത്തിൽ? അപ്പൊ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടുന്നത് കൊണ്ട് രണ്ടും ഇല്ലാതാവും. അത് ശരിയല്ല. അങ്ങനെ പൈസ ഇടരുത് എന്ന് പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് പൈസ ആരും കൈയിട്ട് വരാൻ പറ്റില്ല. ഇനി ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ്. അതിന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു നാടിനെ പുനഃസ്ഥാപിക്കുവാനും അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് മറ്റു പാർപ്പിടങ്ങളോ മറ്റു സൗകര്യങ്ങളോ എല്ലാവരെയും സൗകര്യങ്ങൾക്ക് ഒരുക്കി കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തനം ഇതുമായുള്ള ചെലവുകൾക്കെല്ലാം പൈസ ആവശ്യമുണ്ട്. അതിന് സാധിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യത്തിൽ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ദുരിതാശ്വാസ രീതിയിലേക്ക് പൈസ പോവോ ഇല്ലോ എന്നുള്ള നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ആ ഫണ്ടിലേക്ക് പൈസ ഇടാൻ ശ്രമിക്കുക. അതെയോ കോഫി വിത്ത് മാക്സ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ചായ എടുക്കുന്ന എടുത്തുകൊണ്ട് പോരെ.